السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه، وأصلي وأسلم على حبيبنا ونبينا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഇൻഷാ അള്ളാഹ് ഈ ഒരു ദർസിലൂടെ ഖബർ സന്ദർശനത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഗൗരവമേറിയ ചില മര്യാദകളെ സംബന്ധിച്ചും ഓർമ്മപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. മക്ബറകൾ സന്ദർശിക്കുക, ഖബർ സന്ദർശിക്കുക എന്നതൊക്കെ വളരെ പുണ്യമുള്ള, പ്രാധാന്യമുള്ള പ്രവർത്തനമാണ് എന്നാണ് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ്, അല്ലെങ്കിൽ 3 കാരണങ്ങളാണ് ഖബർ സന്ദർശനത്തിന് നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. അതിലൊന്നാമത്തത്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർസ്ഥാൻ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവിടെ പോയി ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുക, പ്രവാചകൻ്റെ ചര്യയെ പിന്തുടരുക എന്ന ലക്ഷ്യത്തോടുകൂടി മക്ബറകൾ, ഖബറുകൾ നാം സന്ദർശിക്കേണ്ടതാണ്. രണ്ടാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യം, നമുക്ക് തന്നെ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ ഖബർ സന്ദർശനത്തിലുണ്ട് എന്നതാണ്. മൂന്നാമത്തത്, ആ ഖബർ സന്ദർശനത്തിലൂടെ മരണപ്പെട്ട ആളുകൾക്കും ചില ഉപകാരമുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉപകാരം, മരിച്ചവർക്കുള്ള ഉപകാരം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിന്തുടരൽ, പ്രധാനമായും ഈ 3 കാരണങ്ങളാണ് ഖബർ സന്ദർശിക്കുവാൻ നമുക്ക് പ്രേരണയായി തീരേണ്ടത്. ഇനി നമുക്ക് പരിശോധിക്കാം, എന്താണ് നമുക്ക് ലഭിക്കുന്ന ഉപകാരം, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് പരിശോധിക്കുക. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബുറൈദ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ഖബർ സന്ദർശിക്കുന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു. ഫസൂറൂഹ, എന്നാൽ ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചുകൊള്ളൂ. ഫഇന്ന ഫീ സിയാറതിഹാ തദ്കിറ, കാരണം ഖബർ സന്ദർശിക്കുന്നതിൽ നിങ്ങൾക്ക് ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്, ചില ഉത്ബോധനമുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലത് ലഭിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്ന ഫീ സിയാറതിഹാ തദ്കിറ, അതിൽ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. എന്താണ് ആ ഓർമ്മപ്പെടുത്തൽ? ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് പരലോകത്തെ അത് ഓർമ്മപ്പെടുത്തും. നിങ്ങളും മരിച്ചു പോകേണ്ടവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഈ ഖബറിൽ വന്ന് കിടക്കേണ്ടവരാണ്, മരണം സുനിശ്ചിതമാണ്, മരണാനന്തര ജീവിതം ഉറപ്പാണ് എന്നിങ്ങനെ മരണാനന്തര ജീവിതത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും നിങ്ങളുടെ ഈമാനും തഖ്വയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണത്. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ തന്നെ മറ്റൊരു റിവായത്തിൽ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ കാണാം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്ന ഫീഹാ ഇബ്റ, ഒരുപാട് ഗുണപാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഖബർ സന്ദർശിക്കുന്നതിലൂടെ ലഭിക്കുന്നുണ്ട് എന്നാണ്. ഇബ്റത്ത് എന്ന് പറഞ്ഞാൽ ഗുണപാഠങ്ങളാണ്, ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന, നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഖബർ സന്ദർശനത്തിലുണ്ട്. ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ആദാബിൽ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന കുറ്റമില്ലാത്ത സനദിലൂടെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഖബർ സന്ദർശിക്കണം, കാരണം ഫഇന്നഹാ തുരിഖുൽ ഖൽബ,
അത് ഹൃദയത്തെ ലോലമാക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ കാഠിന്യത്തെ അത് കുറയ്ക്കും, മനസ്സിനെ ലോലമാക്കും. വത്തുദുമിഉൽ ഐന, നിങ്ങളുടെ കണ്ണുകളെ അത് നിറയ്ക്കും. വതുദക്കിറുൽ ആഖിറ, അതേപോലെ തന്നെ അത് പരലോകത്തെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ നമ്മളുടെ മനസ്സ് ലോലമാവുകയും നമ്മുടെ കണ്ണുകൾ നിറയുകയും മരണാനന്തര ജീവിതത്തെ ഓർക്കുകയും ചെയ്യുന്ന മഹനീയമായ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഖബറിടങ്ങൾ സന്ദർശിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ജീവിതത്തിൻ്റെ നിസ്സാരതയെ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അത് നമ്മെ ഓർമ്മപ്പെടുത്തും. നാമും ഖബറിൽ പോയി കിടക്കേണ്ടവരാണ് എന്നത് നമ്മെ ബോധ്യപ്പെടുത്തും. അങ്ങനെ നമുക്ക് ഭയഭക്തി വർദ്ധിക്കും. അതുകൊണ്ടാണ് കണ്ണുകൾ നിറയുമെന്നും പരലോകത്തെ ഓർമ്മിപ്പിക്കുമെന്നും ഹൃദയത്തെ ലോലമാക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ, നമുക്ക് അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ മക്ബറകൾ, ഖബർസ്ഥാനുകൾ സന്ദർശിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതിലൂടെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക. ഇവിടെ പ്രത്യേകം ചോദിക്കപ്പെടാറുള്ളൊരു ചോദ്യമാണ്, ഖബറിടങ്ങൾ പൊതുവെ സന്ദർശിക്കുക എന്നതല്ലാതെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഖബറുകൾ പ്രത്യേകം സന്ദർശിക്കുന്നതിൽ, നമ്മുടെ കുടുംബക്കാരുടെ, മാതാപിതാക്കളുടെ, ഭാര്യയുടെ, ഭർത്താവിൻ്റെ, മക്കളുടെ എല്ലാം ഖബർ സന്ദർശിക്കുന്നതിൽ പ്രത്യേകതയുണ്ടോ? അല്ലെങ്കിൽ ഇസ്ലാമിൽ അതിന് അനുവാദമുണ്ടോ? അതിന് അനുവാദമുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, സുലൈമാൻ ഇബ്നു ബുറൈദ റളിയല്ലാഹു തആല അൻ തൻ്റെ പിതാവായ ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖദ് കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു. എന്നാൽ ഫഖദ് ഉദിന ലി മുഹമ്മദിൻ ഫി സിയാറത്തി ഖബ്രി ഉമ്മിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു അള്ളാഹുവിൽ നിന്ന് തൻ്റെ ഉമ്മയുടെ ഖബർ സന്ദർശിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയുടെ ഉമ്മയുടെ ഖബർ ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. എന്താണ്? ഉമ്മയുടെ ഖബർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു അനുവാദം ലഭിച്ചു. ആ അനുവാദം ഖാസായി ഉമ്മയുടെ ഖബർ സന്ദർശിക്കുവാനുള്ള അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചെങ്കിലും അത് പൊതുവായി മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസൂറൂഹ, അതുകൊണ്ട് നിങ്ങൾ ഖബറിടങ്ങൾ സന്ദർശിച്ചോളൂ, ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് നിങ്ങൾക്ക് പരലോകത്തെ ഓർമ്മയുണ്ടാക്കി തരും. അപ്പോൾ മൊത്തത്തിൽ ഖബർസ്ഥാൻ സന്ദർശിക്കലും അതേപോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറിടങ്ങൾ സന്ദർശിക്കലും അനുവദിക്കപ്പെട്ടതും പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമാണ് എന്ന് നമുക്ക് ഇത്തരം ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഖബർസ്ഥാനിൽ നമ്മൾ പ്രവേശിച്ചാൽ, ഖബറിടം സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും അവിടെ വെച്ച് മോശമായ കാര്യങ്ങളൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇബ്നു അബി ഷൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസന്നഫിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സന്ദർശിക്കുന്നത് വിലക്കിയിരുന്നു. എന്നാൽ പിന്നീട് പ്രവാചകൻ പറഞ്ഞു, സൂറൂഹ, നിങ്ങൾ ഖബറിടം സന്ദർശിച്ചോളൂ, പക്ഷേ വലാ തഖൂലു ഹുജ്റ, നിങ്ങൾ മോശമായതൊന്നും അവിടെ വെച്ച് പറയുവാൻ പാടില്ല. എന്താണ് ഇവിടെ ഹുജ്റ അല്ലെങ്കിൽ മോശമായത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഏറ്റവും പ്രധാനം അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിയെ പഴിക്കുക, അതല്ലെങ്കിൽ എനിക്കിനി ആരുമില്ല എന്നുള്ള നിലക്കുള്ള വാക്കുകൾ പറയുക, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ മാറത്തടിച്ചു പലതും മരിച്ചവരെ സംബന്ധിച്ച് പറയുന്നത് പോലെ പറയാതിരിക്കുക, അല്ലെങ്കിൽ മരണപ്പെട്ടവരെ സംബന്ധിച്ച് മോശമായി പറയാതിരിക്കുക, അവരെ ചീത്ത പറയാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ വെച്ച് ഹറാമായ മോശമായ വൃത്തികേടുകൾ ഖബർസ്ഥാനുകളിലോ ഖബറിൻ്റെ അടുക്കലോ വെച്ച് പറയാതിരിക്കുക. കാരണം അള്ളാഹുവിനെ ഓർക്കാനുള്ള, മരണത്തെ ഓർക്കാനുള്ള, മരണാനന്തര ജീവിതത്തെ ഓർക്കാനുള്ള ഒരു വേദിയാണവിടെ. അവിടെ വെച്ച് തോന്നിവാസങ്ങൾ പറയുക, മോശമായത് പറയുക, അവിടെ കളിതമാശകൾ പറയുക, അതൊന്നും പാടില്ലാത്തതാണ്. അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന വാക്കുകളൊന്നും പറയാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ മരിച്ചവരെ ചീത്ത പറയാനും പാടില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ലാ തസുബ്ബുൽ അംവാത്ത്, നിങ്ങൾ മരിച്ചവരെ ഒരിക്കലും ചീത്ത പറയരുത്, അവർക്കെതിരിൽ ശാപവാക്കുകൾ പറയരുത്. കാരണം ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു, അവർ പ്രവർത്തിച്ചതിലേക്ക് അവർ മുന്നിട്ട് പോയി കഴിഞ്ഞു. അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊള്ളും. എന്നിരിക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തന്നെ
മരിച്ച ആളുകളെ സംബന്ധിച്ച് കുറ്റം പറയുകയോ അവരെ ചീത്ത പറയുകയോ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അവിടെ വെച്ച് പാടില്ലാത്ത കാര്യമാണ് അട്ടഹസിച്ച് കരയുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ കരച്ചിൽ പോലെയുള്ള കരച്ചിലുകൾ ഇല്ലാതിരിക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിംറഅത്തിൻ തബ്കി ഇൻദ ഖബരിൻ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീയുടെ അടുക്കലൂടെ നടന്നുപോയി. എന്താണ് അവർ ചെയ്യുന്നത്? ഒരു ഖബറിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖില്ലാഹ വസ്ബിരി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വസ്ബിരി, നീ ക്ഷമിക്കുകയും വേണം. അപ്പോൾ ക്ഷമ അവലംബിക്കൂ, അള്ളാഹുവിനെ ഭയപ്പെടൂ. ഈ രൂപത്തിലുള്ള കരച്ചിൽ പാടില്ല. ആ സ്ത്രീക്കറിയില്ല അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. വേറെ ആരോ ആണ് എന്ന് കരുതി ആ സ്ത്രീ പറഞ്ഞു, താങ്കൾ എന്നെ വിട്ടേച്ചു പോവുക, എനിക്ക് ബാധിച്ച മുസീബത്ത് നിങ്ങളെ ബാധിച്ചിട്ടില്ലല്ലോ. എന്നാൽ പിന്നീട് ആ സ്ത്രീക്ക് മനസ്സിലായി അത് അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു എന്ന്. ഉടനെ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അവർ ഓടി വന്ന് പ്രവാചകനോട് പറഞ്ഞു, ലം അരിഫ്ക, നബി എനിക്ക് നിങ്ങളറിയില്ലായിരുന്നു, ഞാൻ മറ്റാരോ ആണ് എന്നുള്ള നിലക്കാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കാരണം നബിയാണെങ്കിൽ ഒരിക്കലും ഒരു മുസ്ലിമായ സ്ത്രീ അങ്ങനെ പ്രതികരിക്കുകയില്ല. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, ഇന്നമ സ്വബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ആദ്യത്തെ മുസീബത്ത് ബാധിക്കുന്ന ആദ്യ സമയത്ത് തന്നെയാണ് ക്ഷമിക്കേണ്ടത്. അതൊരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പ്രതികരിച്ച രീതിയെ ഉദ്ദേശിച്ചാകാം, അല്ലെങ്കിൽ മരണപ്പെട്ട ആ ഒരു മുസീബത്തിനെ ഉദ്ദേശിച്ചാകാം. രണ്ടുമാകട്ടെ ക്ഷമിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആ സ്ത്രീ കരഞ്ഞിട്ടുള്ളത് ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ള കരച്ചിലാണ്. കാരണം നേരത്തെ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖബറിൻ്റെ അടുക്കൽ പോയാൽ അത് നിങ്ങളുടെ കണ്ണുകളെ നിറയിപ്പിക്കും. അഥവാ സാധാരണ നിലക്കുള്ള ഉപദ്രവകരമല്ലാത്ത കരച്ചിലുകൾ, പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള കരയൽ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻ ഖബറിനെക്കുറിച്ച് പറയപ്പെട്ടാൽ അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ എത്തപ്പെട്ടാലൊക്കെ അദ്ദേഹം കരയാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിധി വിടാതെയുള്ള കരച്ചിലുകൾ ആകാവുന്നതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് മാറത്തടിച്ചും ഡ്രസ്സുകൾ വലിച്ചു കീറിയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞുകൊണ്ടെല്ലാമുള്ള കരച്ചിലുകൾ ഒരിക്കലും ഖബറിൻ്റെ അടുക്കൽ വച്ച് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കപ്പെടും, എങ്കിൽ പിന്നെ അവിടെ വെച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചത്. നമുക്ക് ഉപകാരപ്പെടുന്ന വിഷയം അതിലുണ്ട്. എന്താണ്? പരലോകത്തെ ഓർക്കലാണെങ്കിൽ മയ്യത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ അവിടെ വെച്ച് നാം ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, അവർക്ക് സലാം പറയലാണ്. രണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തൽ മഖ്ബറ, ഒരിക്കൽ ഒരു മഖ്ബറയുടെ അടുത്ത് ഖബർസ്ഥാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചു. ഫഖാൽ, അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്? അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, വിശ്വാസികളായ ഈ ഭവനത്തിൽ അഥവാ ഖബർസ്ഥാനിൽ ഖബറടക്കപ്പെട്ടിട്ടുള്ള വിശ്വാസികളെ, മുഅ്മിനുകളെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ സലാം പറയുക. അവിടെ നമുക്ക് ഇവിടെ മൊത്തത്തിൽ മുഅ്മിനുകൾക്ക് വേണ്ടി സലാം പറയാം. ഇൻഡിവിജ്വലായി അവിടെ പോയി അഥവാ വ്യക്തിപരമായി അസ്സലാമു അലൈക് അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും യാ അബി അല്ലെങ്കിൽ യാ ഉമ്മി, എൻ്റെ ഉമ്മ നിങ്ങൾക്ക് സലാം എന്നിങ്ങനെ പറയുന്നതിന് വിരോധമില്ല. അങ്ങനെ പ്രത്യേകം പറയുന്നതിന് വിരോധമില്ല. പ്രത്യേക ഖബർ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് സലാം പറയുന്നതിന് വിരോധമില്ല. എന്നാൽ മൊത്തത്തിൽ ഖബർസ്ഥാനിലുള്ള ആളുകൾക്ക് ആ നിലക്കും സലാം പറയാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഇൻഷാ അല്ലാ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇൻഷാ അല്ലാ സമീപത്ത് തന്നെ വന്നു ചേരുന്നതാണ്. അഥവാ ഞങ്ങളും മരിച്ച് ഈ ഭവനങ്ങളിലേക്ക് വരേണ്ടവരാണ്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. അപ്പോൾ സലാം പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഇൻ്റെ ഖബർസ്ഥാനിൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അവിടെ വെച്ച് ഞങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലി, നീ ഇങ്ങനെ പറയണം, അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളും മുഅ്മിനുകളുമായ ഈ ഖബറെന്ന ഭവനത്തിൽ കഴിയുന്ന ആളുകളെ,
നിങ്ങൾക്ക് സമാധാനം, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ. ഏറ്റവും വലിയ പ്രാർത്ഥന തന്നെയാണത്. വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. നേരത്തെ ഇവിടെ ഖബറടക്കപ്പെട്ടവരോടും ഇനി ഖബറിലേക്ക് മരിച്ചു പോകുന്ന ആളുകളോടും, അല്ലെങ്കിൽ നേരത്തെ ഖബറടക്കപ്പെട്ടവരോടും പിന്നീട് ലേറ്റസ്റ്റായി ഖബറടക്കപ്പെട്ടവരോടും എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കട്ടെ. വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ വന്നു ചേരേണ്ടവരാകുന്നു. മറ്റൊരു റിവായത്തിലുള്ളത് അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങൾക്കും ഞങ്ങൾക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഞാൻ ആഫിയത്തിന്, സൗഖ്യത്തെ തേടുന്നു. ജീവിച്ചിരിക്കുന്നവർക്കും ആഫിയത്ത് വേണം, ഖബറിലുള്ളവർക്കും ഖബർ ശിക്ഷയിൽ നിന്നും മറ്റു ഫിത്നകളിൽ നിന്നും മഹ്ശറിലെ ഫിത്നകളിൽ നിന്നുമെല്ലാം തന്നെ മരിച്ചവർക്ക് വേണ്ടി ആഫിയത്തിനെ തേടുക. അപ്പോൾ സലാം പറയുക, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. മറ്റു ഇസ്തിഗ്ഫാറുകളും ധാരാളമായി നമുക്കവർക്ക് വേണ്ടി ചെയ്യാം. റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റു ദുആകളെല്ലാം ഉൾപ്പെടുത്താം. ആ സന്ദർഭത്തിൽ കൈകൾ ഉയർത്തുന്നതും സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഇന്റെ ഖബർസ്ഥാനിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ സുമ്മ റഫഅ യദൈഹി, തൻ്റെ 2 കൈകളും ഉയർത്തുകയുണ്ടായി. അപ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് തന്നെ ഖബർ സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടതാകുന്നു. ആ പ്രാർത്ഥനയിൽ ഖബറാളികളുടെ എല്ലാ നന്മകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഉമ്മു ദർദ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹ്രിൽ ഗൈബി മുസ്തജാബത്തുൻ. തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ, ഒരു മുസ്ലിമായ വ്യക്തി തൻ്റെ സഹോദരൻ്റെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈരിൻ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ലിൻ. കാരണം എപ്പോഴെല്ലാം ഈ വ്യക്തി തൻ്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, ഈ വ്യക്തിയുടെ തലയുടെ ഭാഗത്തൊരു മലക്കുണ്ടാകും. പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട മലക്കാണത്. ആ മലക്ക് ആമീൻ പറയുമെന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥിച്ച വിഷയങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം നിനക്കും ഉണ്ടാവട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിച്ച ആൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ അവർ നമ്മുടെ സന്നിധിയിലില്ല, അവരുടെ അഭാവത്തിലാണ് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. അതേപോലെ തന്നെ നമുക്കും അതേപോലെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും സന്താനങ്ങൾ, മരിച്ച വ്യക്തികളുടെ സന്താനങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ഉപകാരപ്പെടുന്നതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ മാത്തൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ. ഒരാൾ മരണപ്പെട്ടാൽ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കി അമലുകളെല്ലാം മുറിഞ്ഞു പോകും. അതിലൊന്ന് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ നിലനിൽക്കുന്ന സദഖയാണ്, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഇൽമാണ്, അല്ലെങ്കിൽ ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. എന്നാൽ മൊത്തത്തിൽ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ ഖബർസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ, ഖബർ സന്ദർശനത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് സലാം പറയുകയും ചെയ്യുക എന്ന കാര്യമാണ്. എന്നാൽ മരണപ്പെട്ടവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരോ ശിർക്ക് ചെയ്യുന്നവരോ ആണെങ്കിൽ, അവർ വിശ്വാസികളല്ലെങ്കിൽ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടിയും മറ്റും പ്രാർത്ഥിക്കാൻ പാടില്ലാത്തതാണ്. സൂറത്തു തൗബയിലെ 113-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ വലൗ കാനൂ ഉലീ ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ഏതെങ്കിലും ഒരു വിഭാഗം നരകത്തിൻ്റെ ആളുകളാണ്, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആളുകളാണ്, മുനാഫിഖീങ്ങളാണ് എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ പ്രവാചകനോ സത്യവിശ്വാസികളോ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. വലൗകാനു ഉലി ഖുർബ, അവർ എത്ര തന്നെ കുടുംബബന്ധം അടുത്തവരാണെങ്കിലും ശരി, സ്വന്തം മാതാപിതാക്കളാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അവർ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ആളുകളാണെങ്കിൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ പാടില്ലാത്തതാണ്. സൂറത്തു തൗബയിലെ 84-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖ്മ അലാ ഖബ്രി ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ.
അള്ളാഹുവിലും റസൂലിലും അവിശ്വസിക്കുകയും അധർമ്മകാരികളായി മരണപ്പെട്ടു പോവുകയും ചെയ്ത ആളുകൾ, അവർക്ക് വേണ്ടി സ്വലാത്തുൽ ജനാസ, മയ്യത്ത് നമസ്കാരം നിർവഹിക്കരുത്. അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യരുത്. അതിൻ്റെ അർത്ഥം വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ഈ ആയത്ത് നമുക്ക് തെളിവ് നൽകുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ കുഫറും ശിർക്കുമെല്ലാം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അതേപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഖബർസ്ഥാനിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കൽ ഹറാമാണ്, അല്ലെങ്കിൽ കറാഹത്താണ്. എന്താണ് തെളിവ്? ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ബഷീർ റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖബർസ്ഥാൻ്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ അതാ ഒരു വ്യക്തി അതിലൂടെ നടക്കുന്നു. ഫഇദാ റജുലുൻ യംശി ഫിൽ ഖുബൂരി അലൈഹി നഅലാൻ, ചെരുപ്പ് ധരിച്ചുകൊണ്ടാണ് ഖബറിൻ്റെ ഇടയിലൂടെ അയാൾ നടക്കുന്നത്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ സാഹിബസ്സിബ്തിയതൈൻ വൈഹക് അൽഖി സിബ്തിയതൈക്, ഓ ചെരുപ്പ് ധരിച്ച സഹോദര, നിനക്ക് നാശം, നിൻ്റെ ചെരുപ്പ് നീ അഴിച്ചു വെക്കുക, നിൻ്റെ ചെരുപ്പ് നീ അഴിച്ചു വെക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഖലഅഹുമാ ഫറമാ ബിഹിമാ, ആ ചെരുപ്പഴിച്ച് അദ്ദേഹം ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത്, ഇബ്നു ഖുദാമൽ മഖ്ദിസി അദ്ദേഹത്തിൻ്റെ അൽ മുഗ്നിയിലും അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ പണ്ഡിത സഭ നൽകിയ ഫത്വയിലും മറ്റു ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഖബർസ്ഥാനിൽ അത്യാവശ്യ സന്ദർഭത്തിലല്ലാതെ, അഥവാ നിറയെ മുള്ളുള്ള സ്ഥലമാണ്, കാലിന് മുറിവ് പറ്റും, അതല്ലെങ്കിൽ നല്ല ചൂടാണ്, അല്ലെങ്കിൽ ചരൽക്കല്ലുകളുണ്ട്, അത് കാലിന് പ്രയാസമുണ്ടാക്കും, അങ്ങനെയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളിലല്ലാതെ അത്തരം ബുദ്ധിമുട്ടുകളില്ലാത്ത സന്ദർഭത്തിൽ ഖബർസ്ഥാനിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. മറ്റൊരു കാര്യമാണ്, ഖബർ സന്ദർശിച്ചാൽ ഖബറിൻ്റെ മേലെ ഇരിക്കാനോ അവിടെ ഖബറിൻ്റെ മേലെ കയറി നിൽക്കാനോ അതേപോലെ തന്നെ അവിടെ കിടക്കാനൊന്നും നമുക്ക് പാടില്ലാത്തതാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്, ലഅൻ യജ്ലിസ അഹദുകും അലാ ജംറത്തിൻ ഫതുഹ്രിഖ സിയാബഹു ഫതഖ്ലുസ ഇലാ ജിൽദി ഖൈറുൻ ലഹു മിൻ അൻ യജ്ലിസ അലാ ഖബ്രിൻ, ഒരാൾ ഒരു തീക്കട്ടയുടെ മേൽ ഇരിക്കുകയും അങ്ങനെ ആ തീക്കട്ട അയാളുടെ വസ്ത്രവും അതേപോലെ തന്നെ അയാളുടെ തൊലിയിലേക്ക് വരെ ആ തീക്കട്ട വന്ന് അയാളെ പൊള്ളിക്കുകയും ചെയ്യുന്നത്, അതിനേക്കാൾ ഗൗരവമേറിയതാണ് ഖബറിൻ്റെ മേലെ ഇരിക്കൽ. കാരണം ഖബറിൻ്റെ മേലെ ഇരിക്കുന്നതിനേക്കാൾ ഒരാൾക്ക് ഖൈറ് ഒരു തീക്കട്ടയുടെ മേലെ ഇരിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഖബറിൻ്റെ മേലെ ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക, അതിനോട് അനാദരവ് കാണിക്കുക എന്ന കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഖബറിടം സന്ദർശിക്കുന്ന സന്ദർഭത്തിൽ ഇക്കാര്യം ശ്രദ്ധയിൽ വേണം. അതേപോലെ തന്നെ ഖബർസ്ഥാനിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ അർദു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറ വൽ ഹമ്മാം, ഭൂമി മുഴുവൻ മസ്ജിദാണ്, എന്നാൽ ഖബർസ്ഥാനിൽ വെച്ച് നമസ്കരിക്കരുത്, ഹമ്മാമിൽ വെച്ചും അഥവാ ടോയ്ലറ്റിൽ വെച്ച് ബാത്റൂമിൽ വെച്ച് നമസ്കരിക്കാൻ പാടില്ല, മഖ്ബറയിൽ വെച്ചും നമസ്കരിക്കാൻ പാടില്ല. അപ്പോൾ നമസ്കാരം ഖബർസ്ഥാനിൽ പാടില്ലാത്തതാണ്. ഏത് നമസ്കാരം ഒഴികെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, മരണപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മസ്ജിദുൻ നബവി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം ഖബറടക്കപ്പെട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നില്ല. പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? ഫദുല്ലൂനി അലാ ഖബ്രി, എനിക്ക് ആ വ്യക്തിയുടെ ഖബർ കാണിച്ചു തരും. അങ്ങനെ ഫഅതാ ഖബ്റഹു ഫസല്ല അലൈഹി, ആ ഖബറിൻ്റെ അടുത്ത് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ വ്യക്തിക്ക് വേണ്ടി നമസ്കരിച്ചു. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നാം നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ പോയി നമുക്ക് നമസ്കരിക്കാവുന്നതാകുന്നു. ഇതല്ലാത്ത മറ്റൊരു നമസ്കാരവും അതേപോലെ തന്നെ ഖുർആനിൻ്റെ പാരായണവും അതൊന്നും തന്നെ ഖബർസ്ഥാനിൽ ഖബറിൻ്റെ മേലെ പാടില്ലാത്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഖിബ്ലയുടെ ഖബറിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് ഒരിക്കലും തന്നെ നമസ്കരിക്കുവാൻ പാടില്ല. ഖബറിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അബൂ മർസദിൻ അൽ ഖനവി
റഹിമഹുല്ല റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിൽ നിന്നുള്ള ഹദീസാണ്. സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തുസല്ലു ഇലൽ ഖുബൂർ, നിങ്ങൾ ഖബറിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കരുത്. അപ്പോൾ നമ്മൾ ഖബർസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഖബർ സിയാറത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. എവിടേക്ക് തിരിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത്? പല ആളുകളും ഖബറിൻ്റെ ചുറ്റിലും നിന്നുകൊണ്ട് ഖബറിൻ്റെ നേരെ തിരിഞ്ഞു പ്രാർത്ഥിക്കും. അത് ശരിയല്ല. ഖിബ്ലയുടെ നേരെ തിരിഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ ഖബർസ്ഥാനിൽ ഖബർ സിയാറത്തിന് പോയാൽ ഖബറിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് സുന്നത്ത്. കാരണം ലാ തുസല്ലു ഇലൽ ഖുബൂർ എന്നതിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ഖബറിനെ ഖിബലയാക്കി നമസ്കരിക്കാനും പാടില്ല. അതേപോലെ തന്നെ ഖിബലയുടെ നേരെ ഇനി ഖബർ വന്നാൽ പോലും അതും പാടില്ല. നമ്മൾ ഖിബലയിലേക്ക് തിരിഞ്ഞാണ് നമസ്കരിക്കുന്നത്, പക്ഷെ നമ്മുടെ മുന്നിൽ ഖബറുണ്ടെങ്കിലോ അവിടെ വെച്ച് നമസ്കരിക്കരുത്. ശക്തമായൊരു മതിൽ, ആ ഖബറും നമ്മളും തമ്മിൽ വേർതിരിക്കുന്ന വ്യക്തമായൊരു വേർതിരിക്കുന്ന ഭാഗമില്ലെങ്കിൽ ഒരിക്കലും ഖബറിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കരുത്, അത് ഖിബലയുടെ നേരെയാണെങ്കിലും. അപ്പോൾ പിന്നെ ഖിബലയുടെ ദിശയിലല്ലാതെ തന്നെ നിൽക്കുന്ന ഖബറിൻ്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കൽ എത്ര ഗൗരവമേറിയ കാര്യമാണ്. അവിടെ സ്വലാത്ത് എന്നതിന് പ്രാർത്ഥന എന്നും അർത്ഥമുണ്ട് എന്ന് ഉലമാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഖബറിലേക്ക് തിരിഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്, ഖിബലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കലാണെന്ത് സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖബറിൻ്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുകയാണെങ്കിലോ അത് തീർത്തും ഹറാമാണ്, നിഷിദ്ധമാണ്. കാരണം അത് ശിർക്കിലേക്ക് നയിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഖബർ സന്ദർശിക്കുമ്പോൾ ഖബറാളികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ ഖബറിലുള്ളവരോട് ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. യഹൂദ ക്രൈസ്തവർക്ക് അല്ലാഹുവിൻ്റെ ശാപം, അമ്പിയാക്കളുടെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി. യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്യാതിരിക്കാൻ. എന്തായിരുന്നു അവർ ചെയ്തത്? മഹാന്മാരായ ഔലിയാക്കളോ അമ്പിയാക്കളോ മരണപ്പെട്ടാൽ അവർ അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി ഇബാദത്തുകൾ ചെയ്യും. എന്തായിരുന്നു അവരുടെ മനസ്സിലുള്ളത്? ഈ മഹാന്മാരുടെ മഹത്വം കൊണ്ട്, ജാഹ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇബാദത്തുകളും പ്രാർത്ഥനകളും അല്ലാഹു സ്വീകരിക്കും. നോക്കൂ നിങ്ങൾ, അവർ അവരോട് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചവരുണ്ട്, പക്ഷേ ഇവിടെ പറയപ്പെട്ടത് പ്രാർത്ഥനയെക്കുറിച്ചല്ല, മറിച്ച് മഹാന്മാരുടെ ഖബറിൻ്റെ അടുക്കൽ പോയി, മഹത്തുക്കളുടെ അമ്പിയാക്കളുടെ ഖബറിൻ്റെ അടുക്കൽ പോയി ഇബാദത്തുകൾ ചെയ്താൽ അത് അല്ലാഹുവിങ്കൽ കൂടുതൽ സ്വീകരിക്കപ്പെടും, ഈ മഹാന്മാർ നമുക്ക് വേണ്ടി ശുപാർശ പറയുകയും ചെയ്യും എന്ന് ചിന്ത പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി, ഹറാമാക്കി. യഹൂദ ക്രൈസ്തവർക്ക് അല്ലാഹുവിൻ്റെ ശാപമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അത് ശപിക്കപ്പെട്ട പ്രവർത്തനമാണ്. അപ്പോൾ ഖബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ഇബാദത്തുകൾ പോലും വിലക്കപ്പെട്ടതാണെങ്കിൽ, നമസ്കാരം പോലെയുള്ള കാര്യങ്ങൾ വിലക്കപ്പെട്ടതാണെങ്കിൽ, ഖബറിലുള്ളവരോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കൽ എത്രമാത്രം ഗുരുതരമാണ്. സൂറത്തുൻ നഹ്ലിലെ 20-21 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ഷൈഅൻ വഹും യുഖ്ലഖൂൻ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർ സൃഷ്ടികളാണ്, അവർ ഒന്നും സൃഷ്ടിക്കുന്നില്ല, വെറും സൃഷ്ടികളാണ്. അംവാത്തുൻ, അവർ മരണപ്പെട്ടവരാണ്, ജീവനില്ലാത്തവരാണ്, നിർജീവ വസ്തുക്കളോ മരണപ്പെട്ടവരോ ആണ്. ഗൈറു അഹ്യാഇൻ, അവർക്ക് ജീവനില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നുപോലും അവർക്കറിയില്ല. അപ്പോൾ മരിച്ചവരോട്, ജീവനില്ലാത്തവരോട്, ജീവനില്ലാത്ത വസ്തുക്കളോടൊക്കെ ദുആ ചെയ്യൽ അത് ശിർക്കാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ചില ആളുകൾ പറയും, ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും മഹത്തുക്കൾ എന്ന നിയ്യത്തോടുകൂടി ഖബർ സ്ഥാനുകൾ സന്ദർശിക്കുക. അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഖബറിലുള്ള ആളുകളോട് ശുപാർശയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്, അവരോട് തന്നെ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ന്യായവാദങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിച്ചിട്ടുണ്ട്. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിലൂടെയും സൂറത്ത് സുമറിലെ 3-ാമത്തെ ആയത്തിലൂടെയും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖബറിൻ്റെ അടുക്കൽ വെച്ചുള്ള അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ പോലും അവിടെ വെച്ച് നമസ്കരിച്ചാൽ അത് കൂടുതൽ സ്വീകരിക്കപ്പെടുമെന്ന ധാരണയിൽ, അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കപ്പെടുമെന്ന ധാരണയിൽ ചെയ്യുന്നത് പോലും ലഅനത്തിന് കാരണമായി തീരുന്ന പ്രവർത്തനമാണെങ്കിൽ,
ഖബറിലുള്ളവരോട് സഹോദരങ്ങളെ ഒരിക്കലും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ ഖബറിലുള്ളവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് വേണ്ടി ആഫിയത്തിനെ ഞങ്ങൾ അള്ളാഹുവിനോട് തേടുന്നു. ഇങ്ങനെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മരണപ്പെട്ടവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഒരു ഖബറിൻ്റെ അടുക്കലേക്കും പോകുവാനോ യാത്ര ചെയ്യുവാനോ അതിനുവേണ്ടി ടൂറുകൾ സംഘടിപ്പിക്കുവാനോ ഒന്നും പാടില്ലാത്തതാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ പിൻപറ്റിക്കൊണ്ടും അതേപോലെ തന്നെ പരലോകത്തെയും മരണത്തെയും ഓർക്കുവാൻ വേണ്ടിയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയും അതേപോലെ തന്നെ ഇനി വല്ല കാരണവശാലും മയ്യത്ത് നമസ്കാരം വിട്ടുപോയാൽ അങ്ങനെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയും നമുക്ക് ഖബർസ്ഥാനിലേക്ക് പോകാവുന്നതാണ്. പക്ഷെ അവിടെ വെച്ച് നമസ്കരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ തന്നെ ഖബറിൻ്റെ നേരെ തിരിഞ്ഞല്ല, ഖിബ്ലയുടെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നേരത്തെ പറയപ്പെട്ട മര്യാദകളെല്ലാം അവിടെ നമ്മൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഖബറുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ അവയെ സംബന്ധിച്ചൊക്കെ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ശരിയായ അറിവ് നേടി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കി അതിനെ തള്ളിക്കളയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.